ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിങ്ങാലക്കുട കൊല്ലത്തുംപടം സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. കൊച്ചി ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. രവീന്ദ്രനും മെമ്പറായി KP അജയനും ചുമതലയേറ്റു. തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ. തൃശൂരിൽ കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടി. മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് അരിപ്പൂർ പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. കാട്ടാനശല്യം മൂലം ദുരിതത്തിലായി അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലാ നിവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം ആനകൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിങ്ങാലക്കുട കൊല്ലത്തുംപടം സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സുബിനും സഹോദരനായ വിപിന്റെ ഭാര്യ ജയതയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കാര്യമാത്ര സ്വദേശിയുടെ പരാതിയിലാണ് സുബിനെ അറസ്റ്റ് ചെയ്തത്. 2,65,33,000 രൂപ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇതുവരെ 11 കേസുകൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 കേസുകളിൽ പ്രതിയാണ് സുബിൻ. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ, രാജു, സതീശൻ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ BJPയുടെ നേതൃസ്ഥാനത്ത് ഇനി പുതിയ മുഖം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കും. 2ാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. 2 പതിറ്റാണ്ടിലേറെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത്. സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യ BJP നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. കൊച്ചി ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ തൃശൂരിൽ ചുമതലയേറ്റു. ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. രവീന്ദ്രനും മെമ്പറായി KP അജയനുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ജോലികൾ ധാർമ്മികമായും സത്യസന്ധമായും കാര്യക്ഷമമായും നീതിപൂർവകമായും അർപ്പണബുദ്ധ്യാ നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ഒരു തരത്തിലും വ്രണപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഉണ്ടാകില്ലെന്നും തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉറപ്പു നൽകുന്നതായും മറുപടി പ്രസംഗത്തിൽ ഇരുവരും പറഞ്ഞു. 400ഓളം വരുന്ന ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ ബോർഡിന്റെ ചുമതലയിൽ 3 പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളുമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും കേരളവർമ്മയിലെ പൂർവ്വ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ കോളേജിന്റെ സ്ഥിതിയിൽ സമൂഹമാകെ ആശങ്കാകുലരാണ്. അത് മാറ്റിയെടുക്കുന്നതിന് സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി നല്ല പാതയിൽ നയിക്കാൻ വേണ്ടി ബോർഡ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും ക്ഷേത്രാങ്കണങ്ങൾ വിശ്വാസികൾക്ക് അനുസൃതമായ വിധത്തിൽ സംരക്ഷിക്കുന്നതിനും ഈ ബോർഡ് പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ക്ഷേത്ര ജീവനക്കാരുടെ ഉന്നമനത്തിന് ബോർഡ് പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്യുമെന്നും ബോർഡ് അംഗം വ്യക്തമാക്കി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു ഭക്തജനങ്ങളുടെയും വികാരത്തെ ഒരു തരത്തിലും വ്രണപ്പെടുത്താത്ത രീതിയിലായിരിക്കും എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുക. സ്വജനപക്ഷപാതമോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ മുൻഗണന ക്രമം വിട്ട് ട്രാൻസ്ഫറുകളോ ഇതൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. എല്ലാം വളരെ ജാഗ്രതയോടെ സുതാര്യമായി കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയും നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. CPM മുൻ തൃശൂർ ഏരിയ സെക്രട്ടറി കൂടിയായ രവീന്ദ്രൻ നെടുപുഴ സ്വദേശിയും അഭിഭാഷകനും CPI പ്രതിനിധിയുമായ KP അജയൻ എറണാകുളം സ്വദേശിയുമാണ്. 2 വർഷക്കാലമാണ് ഭരണസമിതി അംഗങ്ങളുടെ കാലയളവ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ MLA മാരായ P. ബാലചന്ദ്രൻ, AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്,
ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ തുടങ്ങി സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. 3-അംഗ ഭരണസമിതിയിലെ ഒരംഗത്തെ ഉടൻ നിയമിക്കും. TCV തൃശൂർ. തൃശൂരിൽ ട്രെയിൻ മാർഗം കടകളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച 340 ഗ്രാം കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി രോഹൻ കുമാറാണ് അറസ്റ്റിലായത്. കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് മിഠായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടിയിരുന്നു. മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ അക്രമാസക്തനായതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടി ആശുപത്രിയിലെത്തിച്ച യുവാവിന്റെ ആക്രമണത്തിൽ പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റു. അരിമ്പൂർ പഞ്ചായത്ത് അംഗവും CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ K. രാഗേഷിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. തലയ്ക്ക് 2 തുന്നലുകളിട്ടു. മനക്കുടി സ്വദേശി സൂരജാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം മനക്കുടി അല്ലേശ്യ സെന്ററിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കടകൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കും നേരെ ആക്രമണം നടത്തുന്നുവെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയതിനെ തുടർന്നുള്ള സംഭവങ്ങൾക്കൊടുവിലാണ് വാർഡംഗം K. രാഗേഷിന് പരിക്കേറ്റത്. അന്തിക്കാട് പോലീസിനെ നാട്ടുകാർ അറിയിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനെ തുടർന്ന് രാഗേഷും അവിടെ കൂടിയ ഏതാനും പേരും ചേർന്ന് യുവാവിനെ ബലം പ്രയോഗിച്ച് ആംബുലൻസിൽ കയറ്റി തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. കൊണ്ടുപോകുന്നതിനിടെ യുവാവ് ആംബുലൻസിലെ സ്ട്രക്ചറും സീറ്റുകളും മാന്തിക്കീറുകയും ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും ചെയ്തതോടെ പടിഞ്ഞാറേക്കോട്ട മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. മാനസികാരോഗ്യ ആശുപത്രിയിലും ഡോക്ടർമാരെ അസഭ്യം പറഞ്ഞ് കസേര കൊണ്ട് വാർഡംഗം രാകേഷിനെ തലക്കടിക്കുകയായിരുന്നു. നമ്മൾ ഡോക്ടറൊക്കെ ആയിട്ട് സംസാരിക്കും. ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു കസാര എടുത്തു വന്ന് എൻ്റെ തലയുടെ ബാക്കിൽ അടിച്ച് അവിടുന്ന് രക്തം വരുന്ന സ്ഥിതിയും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലഹരി മാഫിയ ശക്തമായി കൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പല ആളുകളും അവിടെ കാഴ്ചക്കാരായി നോക്കുന്ന സ്ഥിതിയാണ്. ആരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തയ്യാറാവാത്ത സ്ഥിതി. അപ്പോൾ ഇത് ചിലരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ചില കാഴ്ചപ്പാട്. പോലീസിന്റെ സഹായത്തോടെ ആശുപത്രി അധികൃതർ യുവാവിനെ ചികിത്സയ്ക്ക് വിധേയനാക്കി. മനക്കുടിയിൽ യുവാവ് കടകളെയും ആളുകളെയും ആക്രമിച്ച് അഴിഞ്ഞാടുമ്പോൾ നാട്ടുകാർ നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. TCV തൃശൂർ. കാട്ടാനകളുടെ ശല്യം മൂലം ദുരിതത്തിലായി അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിലെ ജനങ്ങൾ. കൂട്ടമായും ചെറുസംഘങ്ങളുമായും 40ഓളം ആനകൾ മേഖലയിൽ തമ്പടിച്ചിട്ട് മാസങ്ങളായി. വെറ്റിലപ്പാറ, ചിക്ലായി, കോട്ടാമല, അരൂർമുഴി, പണ്ടാരംപാറ എന്നീ സ്ഥലങ്ങളിലെ ആളുകളാണ് കാട്ടാന ശല്യം മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. തെങ്ങ്, പ്ലാവ്, കവുങ്ങ് തുടങ്ങി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് പതിവാണ്. കാട്ടാന ശല്യം മൂലം കർഷകർക്കും സാധാരണക്കാർക്കും ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. വീട്ടുമുറ്റത്ത് ആനകൾ എത്തുന്നതിനാൽ സമാധാനത്തോടെ അന്തിയുറങ്ങാനും കഴിയാത്ത സ്ഥിതിയാണ്. റോഡുകളിൽ കൂടിയുള്ള രാത്രികാല യാത്രകളും ജീവൻ പണയപ്പെടുത്തിയാണ്. വൈകുന്നേരമായാൽ പറമ്പുകളിൽ ആനകൾ എത്തിത്തുടങ്ങും. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമാണ് നാട്ടുകാർ ആനകളെ വിരട്ടി ഓടിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ അതിരപ്പിള്ളി വിട്ടു പോകേണ്ടിവരുമെന്ന ആശങ്കയിലാണ് മലയോര കർഷകർ. TCV ന്യൂസ്, ചാലക്കുടി. തിരുവല്ലാമലയിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. തിരുവല്ലാമല മലേശമംഗലം പുളയ്ക്കൽ പറമ്പ് സ്വദേശി ദേവിയേക്കാണ് അമ്മയോടൊപ്പം വരുമ്പോൾ നായയുടെ കടിയേറ്റത്. മറ്റൊരു വിദ്യാർത്ഥിക്കും കടിയേറ്റിട്ടുണ്ട്. മലേശമംഗലം സർക്കാർ ക്ലാസിന് സമീപത്താണ് സംഭവം. കുഴൽമന്നം LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇരു കുട്ടികളെയും ആക്രമിച്ചത് ഒരു നായ തന്നെയാണെന്ന് പറയപ്പെടുന്നു. തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥിയെ കൊണ്ടുപോയി. തിരുവല്ലാമലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. 37 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വിശ്വാസികൾക്ക് മുന്നിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ചികിത്സയിലായിരുന്ന റോമിലെ ജമേലി ആശുപത്രിയുടെ ജനാലയ്ക്കരികെ എത്തിയാണ് അദ്ദേഹം പുറത്തു കാത്തുനിന്ന വിശ്വാസികളെ കണ്ടത്. ഫെബ്രുവരി 9 ശേഷം ഇതാദ്യമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. വീൽചെയറിൽ ജനാലയ്ക്കരികിലെത്തിയ അദ്ദേഹം അപ്രതീക്ഷിതമായി ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, ഫ്രാൻസിസ് മാർപ്പാപ്പ സഹായം നൽകിയ മൈക്കിലൂടെ പറഞ്ഞു. തുടർന്ന് അദ്ദേഹം വിശ്വാസികൾക്ക് നേരെ കൈവീശി കാണിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. മാർപ്പാപ്പയ്ക്ക് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്ത 2 മാസം അദ്ദേഹം പരിപൂർണ വിശ്രമത്തിലായിരിക്കും.
പരസ്യ ശബ്ദകലാരംഗത്തെ പ്രതിഭ ടോണി വട്ടക്കുഴി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. കല്ലൂർ സ്വദേശിയാണ്. നിരവധി സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട്. വിവിധ പരിപാടികൾക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലും ആയിരക്കണക്കിന് പരസ്യങ്ങൾക്കും നിരവധി ഡോക്യുമെന്ററികൾക്കുമായി 14 ഭാഷകളിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. മദർ തെരേസയുടെ സംസ്കാരകർമ്മം ആകാശവാണിക്ക് വേണ്ടി ദൃക്സാക്ഷി വിവരണം നടത്തിയ ശബ്ദം ടോണി വട്ടക്കുഴിയുടേതായിരുന്നു. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ വർഷങ്ങളോളം മുഴങ്ങിയ ശബ്ദഗാംഭീര്യമായിരുന്നു ടോണി വട്ടക്കുഴിയുടേത്. നിരവധി സിനിമകളിലും പരസ്യങ്ങളിലും ശബ്ദം നൽകിയ ടോണി അവസാനമായി പൃഥ്വിരാജിന്റെ ഊഴം എന്ന സിനിമയിലെ പ്രധാന വില്ലനായ JPക്കും KGF 2-ൽ CBI ഡയറക്ടർ രാഘവനും വേണ്ടി ശബ്ദം നൽകി. സാമൂഹിക സാംസ്കാരിക രംഗത്തും സജീവമായിരുന്നു. തൃശൂരിലെ റീജൻസി ക്ലബ്, ബാനർജി ക്ലബ്, ലയൺസ് ക്ലബ്, ആമ്പലൂർ പാം ബ്രീസ് ക്ലബ് എന്നിവയുടെ സാരഥ്യം വഹിച്ചിട്ടുണ്ട്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് മുന്നോടിയായി കോഴിക്കല്ല് മുടൽ ചടങ്ങ് ചൊവ്വാഴ്ച നടക്കും. ദേവീപ്രീതിക്കായി കോഴിക്കല്ലുകൾ കുഴികുത്തി മൂടി ചെമ്പട്ട് വിരിക്കുകയും തച്ചോളി തറവാട്ടിൽ നിന്നുള്ള കോഴികളെ സമർപ്പിക്കുകയും ചെയ്യുന്നതോടെ ശ്രീകുരുമ്പക്കാവ് ഭരണി ആഘോഷത്തിലേക്ക് കടക്കും. ഭഗവതി വീട്ടുകാർ കുഴികൾ കുത്തി കല്ലുകൾ മൂടി ചെമ്പട്ട് വിരിക്കുന്നതോടെ തച്ചോളി വീടിന്റെ പ്രതിനിധികൾ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിക്കും. തറവാട്ടിൽ നിന്നുള്ള കോഴികളെ ഭഗവതി നടയിൽ പൂജിച്ചു കൊണ്ടുവന്ന കോഴിക്കല്ല് സമർപ്പിച്ച് ചടങ്ങ് നിർവഹിക്കും. ഇതോടെ ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് മൂലയിൽ വേണാടൻ കൊടികൾ ഉയർത്തുകയും ക്ഷേത്ര നടകളിൽ ഭണ്ഡാരവെപ്പ് നടക്കുകയും ചെയ്യും. 31 പ്രസിദ്ധമായ തൃച്ചന്ദന ചാർത്തുപൂജയും അശ്വതി കാവുനീണ്ടലും നടക്കും. ഏപ്രിൽ 1 ഭരണി നാളിൽ പുലർച്ചെ ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടികൾ ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകും. തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി രൂപീകൃതമായ നിയമത്തിന് ഇന്ത്യയിൽ ആദ്യമായി ചട്ടമുണ്ടാക്കിയത് കേരളത്തിലാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ തെരുവ് കച്ചവട സർവേയിൽ കണ്ടെത്തിയ കച്ചവടക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെയും വെൻഡിംഗ് സർട്ടിഫിക്കറ്റിന്റെയും വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ആദ്യമായി തൃശൂർ കോർപ്പറേഷനാണ് ശക്തനഗറിൽ 225 തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്ന് കച്ചവടം നടത്തുന്ന ഒരിടമായി ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് മാറിയെന്നും മന്ത്രി പറഞ്ഞു. ഗോൾഡൻ ഫ്ലീ മാർക്കറ്റിന് സമീപം നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന രാജശ്രീ ഗോപൻ, ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, RV ഇക്ബാൽ, P ശ്രീകുമാർ, BA ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 21 റോഡുകളുടെ വശങ്ങളിൽ ഒരുക്കുന്ന ബങ്കറുകളിലാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 1590 ആളുകളെ പുനരധിവസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിനുള്ള സ്ഥലം കണ്ടെത്തും. ഫോറം ജനറൽ കച്ചവട യൂണിയൻ ജില്ലാ സെക്രട്ടറി ആർണോസ് പാതിരിയുടെ ഭാരത പ്രവേശത്തിന്റെ 325 വാർഷികവും 293 ചരമവാർഷികവും തൃശൂരിൽ ആചരിച്ചു. ആർണോസ് പാതിരി അക്കാദമിയും ആർണോസ് ഫോറവും സംയുക്തമായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മുൻകൈയെടുത്ത് നിർമ്മിച്ച് നിലവിൽ തിരുവനന്തപുരത്ത് സൂക്ഷിച്ചിരിക്കുന്ന ആർണോസ് പാതിരിയുടെ വെങ്കല പ്രതിമ അദ്ദേഹം ഏറെക്കാലം ജീവിച്ച തൃശൂരിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം മന്ത്രിക്ക് കൈമാറി. ആർണോസ് ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പാതിരിയുടെ പുത്തൻപാന സംഗീത നൃത്താവിഷ്കാരം ലോകവേദിയിൽ അവതരിപ്പിച്ച കർണാടക സംഗീതജ്ഞൻ ഫാദർ ഡോക്ടർ പോൾ പൂത്തിങ്കരനെ ആദരിച്ചു. തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ സന്ദേശം നൽകി. മുൻ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, സ്കൂൾ ഓഫ് എഴുത്തച്ഛൻ സ്റ്റഡീസ് മലയാളം സർവകലാശാല ഡയറക്ടർ ഡോക്ടർ KM അനിൽ, ശ്രീരാമകൃഷ്ണ മഠം സ്വാമി നന്ദാത്മജാനന്ദ, സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംപ്രത്ത്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസി, ആർണോസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ജോർജ് അലക്സ് എന്നിവർ സംസാരിച്ചു. പ്രബന്ധരചന, പുത്തൻപാന, ആലാപന മത്സരങ്ങളിൽ വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. അഷ്ടമിച്ചിറയിൽ ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വടമയിൽ കടയിലെ ജോലിക്കാരനായിരുന്ന ബീഹാർ സ്വദേശി രാജേഷ് സരനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി അഷ്ടമിച്ചിറയിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അപകടം കഴിഞ്ഞ് 10 ദിവസം പിന്നിടുമ്പോഴും ദേശീയപാതയിലെ പോട്ട ആശ്രമം ജംഗ്ഷനിൽ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. പോട്ട ആശ്രമം റോഡിൽ നിന്നും ദേശീയപാത മുറിഞ്ഞുകിടക്കുന്ന വാഹനങ്ങളുടെ സഞ്ചാരം നിർത്തുമെന്നായിരുന്നു നഗരസഭാ ചെയർമാൻ അറിയിച്ചിരുന്നത്. ഇതിനുവേണ്ടി ദേശീയപാതയുടെ മധ്യഭാഗം അടച്ചിടുമെന്നും കിഴക്കുഭാഗത്തെ സർവീസ് റോഡിൽ നിന്നുള്ള വാഹന പ്രവേശനങ്ങൾ തടയുമെന്നും പറഞ്ഞിരുന്നു.
പഴയ NH-ൽ നിന്നും ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ സുന്ദരികവല സർവീസ് റോഡ് വഴി കടത്തിവിടുമെന്നും അറിയിപ്പുണ്ടായി. എന്നാൽ എല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. സുന്ദരികവല സർവീസ് റോഡ് വീതി കൂട്ടിയതിനെ തുടർന്ന് ചാലക്കുടി ടൗണിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളും KSRTC ഓർഡിനറി ബസ്സുകളും മാത്രം ഇതിലെ സർവീസ് നടത്തുന്നുണ്ട്. ബാക്കിയെല്ലാം പഴയപടി തന്നെ. കഴിഞ്ഞ മാർച്ച് 13-നായിരുന്നു പോട്ട ആശ്രമം ജംഗ്ഷനിൽ അതിദാരുണമായ അപകടമരണം ഉണ്ടായത്. ആശ്രമം റോഡിൽ നിന്നെത്തിയ ബൈക്ക് യാത്രികൻ മിനി ലോറിയുടെ അടിയിൽപ്പെട്ട് മരിച്ചതും വാഹനം അഗ്നിക്കിരയായതും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. മാസങ്ങൾക്കകം അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇവിടെ താൽക്കാലികമായി ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരുമെന്ന് അപകട ദിവസം തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു. 8 മാസം മുമ്പ് സമാന രീതിയിൽ നടന്ന മറ്റൊരു അപകട മരണത്തിന് ശേഷവും നഗരസഭ അധികൃതർ ഇതേ പ്രഖ്യാപനവും നടത്തിയിരുന്നു. എന്നാൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. TC വിനോസ്, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്ത് നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് ബസ് യാത്രക്കാരെ 6 പേർക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിന്നും പറവൂരിലേക്ക് പോകുകയായിരുന്ന ജയലക്ഷ്മി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഓടിച്ചിരുന്ന ആൾക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് സൂചന. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. പോട്ട മോസ്കോ സ്വദേശി കുറ്റിലാംകൂട്ടം വീട്ടിൽ സനലിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ കൃഷിയിടത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 9-ാം വാർഡിലെ വിളക്കാട്ടുപാടത്താണ് കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. ദേവസൂര്യയിലെ വനിതാവേദി പ്രവർത്തകർ കൃഷി ചെയ്ത മരച്ചീനി, മുളക് എന്നിവയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ പപ്പായ, വാഴ എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് എന്നിവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ വനിതാവേദി പ്രവർത്തകരൊക്കെ വളരെ കഷ്ടപ്പെട്ട് നട്ട് നനച്ചുണ്ടാക്കിയ മിളക്, കൊള്ളി എല്ലാം കാട്ടുപന്നി കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരിക്കുകയാണ്. ഷഹീദ് ഭഗത് സിംഗ് ദിനത്തിൽ ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദ് പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി NP നിധീഷ്, ബ്ലോക്ക് ട്രഷറർ NG സന്ദീപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AR രാഹുൽനാഥ്, ഹർഷ വിനീത് എന്നിവർ പങ്കെടുത്തു. ലോക ഡൗൺ സിൻഡ്രോം ദിനാഘോഷം തൃശൂരിൽ നടന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ്, റോട്ടറി ഇന്റർനാഷണൽ, ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ ഓഫ് കേരള, ഏലി ഇന്റർവെൻഷൻ സെന്റർ ആൻഡ് ഓട്ടിസം സെന്റർ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി AK ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ IPA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ AK ഇട്ടൂപ്പ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ പാർവതി മോഹൻ, KV സുരേഷ്, ഡോക്ടർ ജാനകി മേനോൻ, കൃഷ്ണൻ, PK ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ആർട്ടിസ്റ്റ് ആൻഡ് അസോസിയേറ്റ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ധർണയും പ്രതിഷേധ വരയും ഒപ്പും സംഘടിപ്പിച്ചു. പൊതുയിടങ്ങളിൽ താൽക്കാലിക ബോർഡ് സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയോടെ അനുവദിക്കുക, പ്രചരണ പരിപാടിയുടെ ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ബോർഡുകൾ നീക്കം ചെയ്യാൻ എന്ന നിർദ്ദേശം അംഗീകരിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 10,000 രൂപ പ്രതിമാസ സമാശ്വാസം നൽകുക, തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംഘടനയുടെ പ്രതിഷേധ സമരം. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമരം CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ സെക്രട്ടറി ഉണ്ണി പിക്കാസോ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷാജൻ വർഗീസ്, ട്രഷറർ ഷോബിൻ, ജോസ് കാച്ചപ്പള്ളി, ശ്രീവത്സൻ അന്തിക്കാട്, അനിൽ തൃശൂർ, അനിൽ ചാവക്കാട്, വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി IMA ബ്ലഡ് ബാങ്കിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി. 23 പേർ പങ്കെടുത്തു. എല്ലാ വർഷവും ജില്ലയിൽ KPM TAU-യുടെ നേതൃത്വത്തിൽ
ജില്ലാ സമ്മേളനത്തിനും സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായി രക്തദാന ക്യാമ്പ് നടത്തിവരുന്നതാണ്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി. ഇരിങ്ങാലക്കുട കൊല്ലത്തുംപടി സ്വദേശി കിഴക്കേവളപ്പിൽ സുബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അംഗങ്ങൾ ചുമതലയേറ്റു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. രവീന്ദ്രനും മെമ്പറായി KP അജയനും ചുമതലയേറ്റു. തൃശൂർ പൂരം ഉൾപ്പെടെ എല്ലാ ഉത്സവാഘോഷങ്ങളും ഭംഗിയായി നടത്താൻ ബോർഡിന്റെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ. തൃശൂരിൽ കഞ്ചാവ് മിഠായിയുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. മനക്കുടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് അരിപ്പൂർ പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചു. കാട്ടാനശല്യം മൂലം ദുരിതത്തിലായ ഏതരപ്പള്ളി വെറ്റിലപ്പാറ മേഖലാ നിവാസികൾ. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 40ഓളം ആനകൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.